عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം വ്യത്യസ്തമായ രീതിയിൽ പലയിടങ്ങളിലും ആഘോഷിക്കുമ്പോഴും നേരത്തെ ഉണർത്തിയതുപോലെ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇന്നീ സ്വാതന്ത്ര്യം നമ്മളോടുകൂടെ പങ്കിട്ട് ഇതിൻ്റെ മധുരം നുണഞ്ഞ് ഇതിലൊക്കെ പങ്കാവേണ്ട ഒട്ടനേകം പേർ പൊലിഞ്ഞുപോയ ഒരു സാഹചര്യത്തിൽ എന്നിട്ട് നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച്, ഇന്ത്യ രാജ്യത്തെക്കുറിച്ച്, നമ്മൾ നിലനിൽക്കുന്ന ഈ അവസ്ഥാവിശേഷങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം നമുക്കൊക്കെ ബോധ്യപ്പെട്ട് കാണും. എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ അസ്തിത്വം അത് നിലനിർത്തി പോരുന്നതെന്നും രാജ്യം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ, ഈ രാജ്യത്തെ ജനതയുടെ വികാരത്തെ, ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷകളെ എത്രമാത്രം ജാഗ്രതയോടെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിൻ്റെയും കൂടെ തെളിവാണ് 78ാമത്തെ നമ്മുടെ സ്വാതന്ത്ര്യദിന ഈ പ്രഭാതം. എന്തുകൊണ്ടെന്നാൽ ഈ രാജ്യത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും അസ്തമിച്ചെന്ന് നമ്മൾ പരിഭവപ്പെട്ട ഒരു സാഹചര്യത്തിൽ പോലും നമ്മൾ അന്നും ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം, നമ്മൾ ഇന്ത്യൻ ജനത എന്ന ഒറ്റ ഒരു വാക്കിൽ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുകയും ഈ രാജ്യത്തിന്റെ മണ്ണ്, ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മനസ്സ് അത് എത്ര പഴകിയാലും അതിൽ അമർന്നു കിടക്കുന്ന നമ്മളുടെ പൂർവികരുടെ പോരാട്ടത്തിന്റെ വീരകഥകൾക്കപ്പുറം നമ്മൾ ഒഴുക്കിയ രക്തത്തിന്റെ മൂല്യവും വിലയും തിരിച്ചറിഞ്ഞ ഒരു മണ്ണിന് അധികാരത്തിന്റെ അമരത്തിരുന്നുകൊണ്ട് എല്ലാ കാലത്തും അധികാര കസേലയിൽ അള്ളി അമർന്നിരുന്ന് ഈ രാജ്യത്തിന്റെ ആത്മാവിനെ പിച്ചിച്ചീന്താമെന്ന തെറ്റിദ്ധാരണയിൽ നിന്നും ഒരു ജനത ഒന്നാകെ ഉണർന്നെണീറ്റ് ഈ രാജ്യം അങ്ങനെ അന്യാധീനപ്പെട്ടു പോകേണ്ടതല്ല എന്നൊരു തിരിച്ചറിവ് ഭരണകർത്താക്കൾക്കും അല്ലാത്തവർക്കും നൽകിയതിന്റെ ഒരു സന്തോഷം കൂടെ പങ്കുവെക്കുന്ന സാഹചര്യമാണ് ഇന്ന് നമുക്കുള്ളത്. നമ്മളെ കഴിഞ്ഞ സ്വാതന്ത്ര്യദിനം അന്ന് നമ്മൾ പങ്കുവെച്ച 100,000 ആശങ്കകൾ, ഈ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള അസ്വസ്ഥതകൾ, നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷകളെ കുറിച്ചുള്ള നിയമനിർമ്മാണങ്ങളുടെ ഭേദഗതി മൂലം അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ചൊക്കെ ദീർഘമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അപ്പോഴും നമ്മൾ ബാക്കി വെച്ച പ്രതീക്ഷയാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യം എങ്ങനെയാണ് അതിന്റെ അസ്തിത്വം വീണ്ടെടുത്തത് എന്നും എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ മണ്ണ് അത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്നതിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, വ്യത്യസ്തമായ ജാതികളും വ്യത്യസ്തമായ മതങ്ങളും ഉണ്ടായിരിക്കെ തന്നെ നമുക്ക് ചേർന്നിരിക്കാൻ കഴിയുന്ന സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തി അത്തരം സാധ്യതകൾ തുറന്നു വെക്കുന്ന പുതിയ പ്രതീക്ഷയുടെ ആകാശങ്ങളിലേക്ക് നമ്മൾ പറന്നുയരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ആഘോഷങ്ങൾക്കും ഇടയിൽ നമ്മൾക്കിടയിൽ ഒരുപക്ഷെ രാജ്യം എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു ജനത എന്ന അർത്ഥത്തിൽ നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കഴിവ്, അല്ലെങ്കിൽ നമ്മൾ നേടിയെടുത്ത ഈ ഊർജവും നമ്മളുടെ ആർജവും ഇനിയും തുടർന്നങ്ങോട്ടും അതൊരു ജനായത്ത ജാഗ്രതയായി മാറ്റി ഇനിയും ഈ രാജ്യം നമ്മൾക്ക് കയ്യിൽ തന്നെ നിൽക്കണം. അതേപോലെ ഭരണ സംവിധാനങ്ങൾക്ക് അതീതമായി ഈ രാജ്യത്തിന്റെ മനസ്സ് ഒന്നായി ചേർന്ന് നിന്നുകൊണ്ട് ഭാവിയിൽ പുതിയ വസന്തത്തിന്റെ പുതിയ പ്രതീക്ഷകൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിയുമെങ്കിൽ മാത്രമേ ഈ സ്വാതന്ത്ര്യദിനത്തെ കുറിച്ചുള്ള നമ്മളുടെ ആശങ്കകളും അതേപോലെ നമ്മളുടെ സന്തോഷങ്ങളും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും. ഒതുക്കി പറഞ്ഞാൽ
ഈ രാജ്യം നമ്മുടേത് മാത്രമല്ല എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തമായ അടിച്ചമർത്തപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അതേപോലെ ദളിതർ, ഇങ്ങനെ തുടങ്ങി പരാധീനതകൾ അനുഭവിക്കുന്ന ഒട്ടേറെ മനുഷ്യർ ഈ രാജ്യത്തുണ്ട് എന്ന തിരിച്ചറിവ് കൂടെ നമുക്ക് ഉണ്ടാവുമ്പോൾ മാത്രമേ ജനാധിപത്യത്തെക്കുറിച്ചുള്ള, സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള നമ്മളുടെ ഈ തുറന്നു പറച്ചിലുകൾ, നമ്മളുടെ ഈ സന്തോഷ പ്രകടനങ്ങളൊക്കെ അർത്ഥപൂർണമാകൂ എന്ന് ഓർമ്മപ്പെടുത്തി ഇനിയും നമ്മളുടെ സ്വാതന്ത്ര്യത്തെ ജ്വലിപ്പിച്ചു നിർത്താൻ, നമ്മൾ അനുഭവിച്ച ഈ ഇത്രകാലം നമ്മൾ നേടിയെടുത്ത ഈ ഊർജത്തെ, നമ്മളുടെ രാജ്യം നമ്മുടേതാണ് എന്ന വികാരം ഒരിക്കലും നമ്മൾ ചോർന്നു പോകാത്ത വിധം അത് നെഞ്ചോട് ചേർത്ത് വെച്ച് ഇനിയും ഒരുപാട് സ്വാതന്ത്ര്യ ദിനങ്ങൾ നമ്മൾക്ക് വരവേൽക്കാനും ഇന്ത്യ എന്ന ആശയത്തെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് കഴിയണമെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ച് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അസ്സലാമു അലൈക്കും.